ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ പ്രശസ്ത കവി നാഗാർജുൻ എഴുതിയിട്ടുള്ള അകാ ലൗ ഉസ്കെ ബാദ്, ക്ഷാമവും അതിനുശേഷവും എന്ന വളരെ മനോഹരമായ കാര്യപ്രസക്തമായ കാലിക പ്രാധാന്യമുള്ള ഒരു കവിതയാണ്. കേവലം 8 വരികൾ മാത്രമുള്ള ഈ കവിത വളരെയധികം അർത്ഥസമ്പന്നമായതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വായിക്കാം. അതായത് ക്ഷാമം വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ക്ഷാമകാലത്തെക്കുറിച്ചും ഈ ക്ഷാമം കഴിഞ്ഞു സമൃദ്ധി നമ്മുടെ വീട്ടിൽ വന്നപ്പോഴും ഉണ്ടായിട്ടുള്ള 2 വകഭേദങ്ങളാണ്, 2 വ്യത്യാസങ്ങളാണ് 8 വരിയിലൂടെ നാഗാർജുൻ എന്ന പ്രതിഭാധനായ കവി ഇവിടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 4 വരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദ്യം ആ 4 വരി ഒന്ന് വായിക്കാം. കൈ ദിനോം തക്ക് ചൂൽഹാ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക്ക് കഹാനി കുത്തിയ സോയി ഉൻകെ പാസ്, കൈ ദിനോം തക്ക് ലഗി ഭീത് पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. वंस मोर. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ഒന്നുകൂടെ വായിക്കാം. കൈ ദിനോം തക്ക് ചൂൽഹാ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. അതിന്റെ മീനിങ്സ് ശ്രദ്ധിക്കുക. കൈ ദിനോം തക്ക് ചൂൽഹാ രോയ, കുറെ ദിവസങ്ങളായി അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ്, ആട്ടുകല്ല് ഉദാസീനമായിരുന്നു, വിഷമിച്ചിരുന്നു. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കുറെ ദിവസങ്ങളായി ഒറ്റക്കണ്ണി പട്ടി അവയുടെ അടുത്ത് ഉറങ്ങി. അതായത് അടുപ്പിന്റെയും ആട്ടുകല്ലിന്റെയും ഇടയ്ക്ക് ഉറങ്ങാണ് ഒറ്റക്കണ്ണിയായ പട്ടി. കൈ ദിനോം തക്ക് ലഗി ഭീത് പർ ചിപ്കലിയോം കി ഗസ്ത്, കുറെ ദിവസങ്ങളായി ഭീത്ത് എന്ന് പറഞ്ഞ ഭിത്തി, ചുമരില് പല്ലി ഉലാത്താൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. കൈ ദിനോം തക്ക് ചൂഹോം കി ഭീ ഹാലത്ത് രഹി ശിക്കസ്ത്, കുറെ ദിവസങ്ങളായി എലികളുടെ അവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു. ഇതിലെ മീനിങ്സ് നോക്കാം. കൈ ദിനോം തക്ക് എന്ന് പറഞ്ഞാൽ കുറെ ദിവസങ്ങളായി. ചൂൽഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ്. രോയ എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ചക്കി പറഞ്ഞ ആട്ടുകല്ല്, അരകല്ല് എന്നൊക്കെ പറയും. രഹി ഉദാസീനയായിരുന്നു. കൈ ദിനോം തക്ക് എന്ന് പറഞ്ഞാൽ അറിയാം. കാനി കുത്തിയ എന്ന് പറഞ്ഞ ഒറ്റ കണ്ണിയായ പട്ടി. സോയി എന്ന് പറഞ്ഞ ഉറങ്ങി. ഉൻകെ പാസ്, അതിന്റെ സമീപം. പിന്നെ കൈ ദിനോം തക്ക് അറിയാം. ലഗി ഭീത്ത് എന്ന് പറഞ്ഞ ഭിത്തി, ദീവാർ എന്നർത്ഥം. പരീക്ഷയ്ക്ക് ഇതിന്റെ വേർഡ് സമാനാർത്ഥക ശബ്ദം ചോദിക്കാറുണ്ട്. ഭീത്ത് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിന് വേറെ അർത്ഥം പറയാൻ പറ്റും. അപ്പൊ ദീവാർ എന്നാണ് അർത്ഥം. ചിപ്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസാർഡ്, പല്ലിയാണ്. പല്ലി. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉലാത്തൻ, വണ്ടറിങ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. കൈ ദിനോം തക്ക് ചൂഹ എന്ന് പറഞ്ഞില്ലേ, ചൂഹോം കി എലികളുടെ, ബി അവരുടെയും, ഹാലത്ത് അവസ്ഥ, രഹി ശിക്കസ്ത് എന്ന് പറഞ്ഞാൽ പരിതാപകരം, മോശം, ഭയാനകം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ പഠിക്കുന്നത് ക്ഷാമകാലത്തുള്ള വളരെ ഭീതിജനമായ, വളരെ ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ചൂൽഹാ രോയ, അടുപ്പ് കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിൽ അനാജ് അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായി വീട്ടിൽ ആഹാരം പാകം ചെയ്തിട്ട്, അതുപോലെ തന്നെ ധാന്യങ്ങളൊന്നും അവിടെ, ജക്കി രഹി ഉദാസ്, അരക്കല്ല് വിഷമിച്ചിരിക്കാൻ കാരണം അരക്കല്ലിന് യാതൊരു പണിയുമില്ല, അതുകൊണ്ടാണ്. പിന്നെ അടുപ്പിൽ തീയുമില്ല, അരക്കല്ല് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമായ അവിടുത്തെ പട്ടികൾ കിടന്നുറങ്ങുന്നു. അല്ലെ, ഒറ്റക്കണ്ണി പട്ടി. ആ പട്ടിയുടെ അടക്കം ഒറ്റക്കണ്ണി, അവിടെ ഈ ദാരിദ്ര്യമാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ പല്ലി ഉലാത്തുന്ന ചെമ്മരില് ആ പല്ലികളടക്കം
ചുമരിലെ പല്ലുകളടക്കം പട്ടിണിയിലാണ്. അവർക്ക് പോലും തിന്നാനൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ വീട്ടിലെ എലികൾക്ക് പോലും ഒരു ധാന്യമണി പോലും കിട്ടാതെ അവരും വിവശതയിലാണ്. അപ്പോൾ വളരെ ഒരു ഭീതിജനമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ക്ഷാമകാലത്ത് സൂചിപ്പിക്കുമ്പോൾ ഏതൊക്കെ ജീവജാലങ്ങളെയാണ് ഇവിടെ പറയുന്നത്? ഒന്ന് കാണിക്കുത്തിയ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിപ്കലിയോം, പല്ലികളെ കുറിച്ച് പറയുന്നുണ്ട്. ചൂഹ, എലി പറയുന്നുണ്ട്. ഏതൊക്കെ വസ്തുക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അപ്പൊ അതിൽ പറഞ്ഞ ചൂൽഹ, പുതിയ വാക്ക് പഠിച്ചോളൂ, അടുപ്പ്. അതുപോലെ തന്നെ ചക്കി, അരക്കല്ല് അല്ലെങ്കിൽ ആട്ടുകല്ല്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് 4 വരികൾ കാണാതെ പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത 4 വരിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഈ ആദ്യത്തെ 4 വരി ഒരു നെഗറ്റീവ് ആണ്, വളരെ മോശം ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത 4 വരിയിൽ സംഭവിക്കുന്നത്. ഓക്കെ, दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने गुचलाई पांखें कई दिनों के बाद. दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने गुचलाई पांखें कई दिनों के बाद. ദാനെ ആയി, ദാന എന്ന് പറഞ്ഞ ധാന്യങ്ങൾ, ദാനെ ആയി ധാന്യങ്ങൾ വന്നു. ഗർക്കെ അന്തർ വീടിനകത്തേക്ക് ധാന്യങ്ങൾ വന്നു. കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ആഹാരം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ എത്തി. വളരെ നല്ല കാര്യമാണ് അല്ലെ. ദുആ ഉടാ ആംഗൻ സെ ഊപ്പർ കൈ ദിനോ കെ ബാദ്. അപ്പൊ ദുആ ഉടാ എന്ന് പറഞ്ഞ പുക പൊങ്ങി. ആംഗൻ സെ ഊപ്പർ മുറ്റത്തിന് മുകളിൽ അല്ലെങ്കിൽ വീടിന് മുകളിൽ, ഊപ്പർ കൈ ദിനമൊക്കെ ബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ന് വീടിന്റെ മുകളിലൂടെ പുക. അത് എന്ത് പുക? ആഹാരം പാകം ചെയ്യുന്നതിന്റെ ലക്ഷണമാണ്. ഓക്കെ, ഇപ്പോഴത്തെ ഗ്യാസിന്റെ അടുപ്പൊന്നല്ല, അന്ന് വിറക് കത്തിക്കുന്ന അടുപ്പ് പാവപ്പെട്ട വീട്ടില്. ഓക്കെ, ചമക് ഉടി ഘർ ബർക്കി ആങ്കേം, വീട്ടിലെ കണ്ണുകൾ ചമക് ഉടി തിളങ്ങി. വീട്ടിലെ കണ്ണുകൾ തിളങ്ങി എന്ന് പറയുന്നത് വയറ് നിറച്ച ആഹാരം കഴിച്ചപ്പോൾ അവരുടെ സന്തോഷ സൂചകമായാണ് ഇവിടെ കണ്ണുകൾ തിളങ്ങാൻ കാരണം. ചമക് ഉടി ഘർ ബർക്കി ആങ്കേം, വീട്ടിലെ കണ്ണുകൾ തിളങ്ങി. കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. കവ്വേനെ ഗുജ്ലായി പാങ്കേം, പാങ്കേ എന്ന് പറഞ്ഞ പങ്ക, പാങ്ക് മീൻസ് ചിറകാണ്. കവ്വേനെ ഗുജ്ലായി പാങ്കേ, കാക്ക ചിറക് ചൊറിഞ്ഞു. കൈ ദിനം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആഹാരമൊക്കെ തിന്നിട്ട് ആ കൊക്കിലെ അവശിഷ്ടങ്ങളൊക്കെ ചെറുകിന്റെ മുകളിൽ വെച്ച് തേച്ചിട്ടാണ് കാക്ക അവരുടെ മൗത്ത് വാഷിങ്, അവയുടെ കൊക്കൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് കാക്കയ്ക്ക് പോലും ഇതിനുള്ളൊരു അവസരം ഉണ്ടായത് എന്ന് പറയാം. അപ്പൊ അവസാനത്തെ 4 വരി ഒന്നുകൂടെ പറയാം. ദാനെ ആയ ഗർക്കെ അന്തർ കൈ ദിനം കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ വന്നു. ദുആ മുട ആംഗൻ സെ ഊപ്പർ, മുറ്റത്തിന് മുകളിൽ പുക പൊങ്ങി. കൈ ദിനം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ചമക് ഉടി ഘർ ബർക്കി ആംഗേൻ കൈ ദിനം കെ ബാദ്, വീട്ടിലെ കണ്ണുകൾ തിളങ്ങി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. കവ്വനെ ഗുജ്ലായി പാങ്കേൻ കൈ ദിനോ കെ ബാദ്, കാക്ക ചിറക് ചൊരിഞ്ഞു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോ നമുക്കറിയാം ക്ഷാമകാലത്തിൽ ഈ കൈ ദിനം എന്ന് പറയുന്ന വേർഡ് പദ്യത്തിന്റെ വരിയുടെ ആരംഭത്തിലാണെങ്കിൽ ഈ ക്ഷാമത്തിന് ശേഷം ക്ഷാമകാലത്തിന് ശേഷം വരുന്ന കൈ ദിനം എന്ന് പറയുന്നത് അവസാനത്തിലായിട്ടാണ് കാണാൻ കഴിയുന്നത്. കവി വളരെ ഡിസൈൻ ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കവിതയാണ്. കേവലം 8 വരികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിന്റെ ആശയം ഒരുപാട് വലുതാണ്. അകാൽ എന്ന വാക്കിന് അർത്ഥം ക്ഷാമം, ഉസ്കെ ബാദ് അതിനുശേഷം. അപ്പൊ അകാലത്തിന് ശേഷം പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ദാനെ ആയി എന്ന വാക്ക് പറയുന്നു. ദുആ ഉട പുക പൊങ്ങി എന്ന വാക്ക് പറയുന്നു. ചമക്കുടി ഗർഭർക്കി ആങ്കേം, വീട്ടിലെ കണ്ണുകൾ തിളങ്ങി എന്ന് പറയുന്നു. കവ്വേനെ ഗുജ്ലായി പാങ്കേം, കാക്ക ചിറക് ചൊരിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ക്ഷാമകാലത്തിന് ശേഷം പറയുന്ന ജീവി കാക്കയാണ്.
അതുപോലെ തന്നെ ക്ഷാമകാലത്തിന് ശേഷം പറയുന്ന വാക്കുകൾ മറ്റു വസ്തുക്കൾ ധാന്യങ്ങളാണ് പറയുന്നത്. ദുവാം പുകയാണ് പറയുന്നത്. ഗർഭർക്കി ആംഗ്യം വീട്ടിലെ കണ്ണുകൾ, ആളുകളുടെ കണ്ണുകൾ, പ്രതീകാത്മകമായി കവി വളരെ മനോഹരമായി തന്നെ പറയുന്നത്. ഓക്കെ, ഈ 8 വരി, ആദ്യത്തെ 4 വരിയും രണ്ടാമത്തെ 4 വരിയും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട വാക്കുകൾ ഇതിൽ പറയുന്ന ആദ്യത്തെ 4 സന്ദർഭങ്ങൾ: ചൂൽഹാരോയ ചക്കി രഹി ഉദാസ്, അടുപ്പ് കരഞ്ഞു, അരക്കല്ല് വിഷമിച്ചിരുന്നു. കാനി കുത്തിയ സോയി ഉൻകെ പാസ്, ഒറ്റ കണ്ണി പട്ടി അതിന്റെ അടുത്ത് ഉറങ്ങി. ബീത്ത് പർ ചിപ്കലിയം കി ഗസ്ത്, ചുമരില് ദീവാർ പർ ചിപ്കലിയം കി ഗസ്ത്, ചുമരില് പല്ലിയുടെ ഉലാത്തൽ. ചൂഹം കി ബി ഹാലത്ത് രഹി ശിക്കസ്ത്, വളരെ പരിതാപകരമായ അവസ്ഥ എലികൾക്ക്. പിന്നെ അവസാനത്തെ 4 വരിയിൽ ദാനയായി ഗർക്കാന്തർ, ദുവാ ഉഡാ ആംഗൻ സേ ഊപ്പർ, വീട്ടില് ധാന്യങ്ങൾ വന്നു, വീട്ടില് ആ പാകം ചെയ്തതിന്റെ ഫലമായി പുക പൊങ്ങി. ചമക്കുടി ഗർഭർക്കി ആംഗ്യം, വീട്ടിലെ ആളുകളുടെ കണ്ണുകൾ തിളങ്ങി. കവനെ കുച്ചലായി പാങ്കെ, കാക്ക ചിറക് ചൊറിഞ്ഞു. അവർ 8 വരി നല്ല കുട്ടികളായിട്ട് പഠിച്ച് കേൾപ്പിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. 10ാം ക്ലാസ്സിലൊക്കെ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കവിത തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക. നിങ്ങൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഹിന്ദിയോട് കൂടുതൽ അടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള ആള് നാഗാർജുനാണ്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കാം.